സോ ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ് ഒന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് എല്ലാവരും എന്തായാലും അതിന് തയ്യാറായി തന്നെ ഒരുങ്ങി വന്നാണ്. ഫസ്റ്റ് ലിങ്കിൽ ഏകദേശം ഫുള്ളാവാൻ അയക്കണം കേട്ടോ. ഇനി ഫസ്റ്റ് ലിങ്ക് കയറാൻ കഴിയാത്തവർക്ക് സെക്കൻഡ് ലിങ്ക് 2 ലിങ്ക് അയച്ചിട്ടുണ്ട്. സെക്കൻഡ് ലിങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, 2 ലിങ്കിലും പാടെ ജോയിൻ ചെയ്യരുത്. 2 ഫോൺ വെച്ചിട്ട് ഒറ്റ ഫോൺ ഉപയോഗിച്ച് ഒരു ലിങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. ഓക്കെ കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോക്കൺ ക്ലാസ്സിൽ എന്താണോ നമ്മൾ പറഞ്ഞത് അവിടേക്ക് പോവുകയാണ്. സോ അതിനിടയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം, ഒരു പരിഭ്രമം എല്ലാ സോറി സൗണ്ട് കുറവാണോ? ഓക്കെ, നമ്മൾ ഇവിടെ എല്ലാം ക്ലിയർ ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഞാനൊന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ പിന്നെ മാറ്റി കൊടുത്തോട്ടെ. ഓക്കെ, ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൗണ്ട് ക്ലിയർ അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ 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 കേട്ടോ. യെസ്, സൗണ്ട് ക്ലിയർ കുറവുണ്ടെങ്കിൽ പറയുന്നുണ്ടോ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഞാൻ നെറ്റ് വഴിയായിരുന്നു, അപ്പോഴാണ് വൈഫൈ റെഡി ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ആദ്യം നമ്മളിവിടെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ മലയാളത്തിലുള്ള ആശയങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള ഐഡിയകൾ ഇംഗ്ലീഷിൽ സാധ്യമായ രീതിയിൽ എങ്ങനെ ഫലിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ആശയവിനിമയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് റീപ്ലൈ നൽകുക. നമ്മൾ മലയാളമായാലും ഹിന്ദി ആയാലും വാട്ട് എവർ ലാംഗ്വേജ് ഇറ്റ് ഈസ്, ഇൻട്രാക്ഷൻ വിത്ത് എ പേഴ്സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. How can you interact with a person? First of all, you must know how to ask questions. And if you are being asked by someone questions, you have to reply for it. If you know these two process, your communication or your dialogue has been going to be completed, or you can perform a good interaction with your what you call friend or somebody who is coming to speak to you. Okay, അപ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ വരുന്ന ആള് ആരാവട്ടെ, നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ നമുക്ക് നോർമലി ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളടുത്ത് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിന് കറക്റ്റായി റീപ്ലൈയും പറയാൻ കഴിയണം. എങ്കിലേ നമ്മുടെ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ടോ ഹൂഎവർ ഇറ്റ് ഈസ്, അത് ആര് തന്നെ ആയാലും അവരുമായിട്ടുള്ള സംഭാഷണം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 6 ബേസിക് വാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വാക്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള 6 വാക്യങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരും, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരും. ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളെ പഠിപ്പിക്കുന്നത് റീപ്ലൈ നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലൈ നൽകാൻ 2 രീതിയിൽ റീപ്ലൈ വരിക. ഒന്ന് പോസിറ്റീവായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാവാം, രണ്ടാമത് നെഗറ്റീവായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാവാം. ഓക്കെ, ഈ 2 രൂപത്തിലാണ് നമുക്ക് റീപ്ലൈ നൽകേണ്ടി വരിക. ഇനി നമ്മൾ അടുത്തൊരാളോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ ഇതിനിടയിൽ ഒരൊറ്റ കാര്യം ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ വിലപ്പെട്ട സമയം നമ്മുടെ ഈ ഒരു 5th ബാച്ചിന് വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് ഓഫ്ലൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, ഈവനിങ് 7 to 9 കോട്ടക്കൽ ടൗണിൽ. അപ്പോൾ അത് ഹോൾ ഡേ ബാച്ച്
ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി 2 ലിങ്കൊക്കെ തയ്യാറാക്കി ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിയ ടീച്ചേഴ്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ക്ലാസ്സിൽ കയറാതെ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറിയിട്ട് സമാന്തര ബാച്ചുകളിലോ സമാന്തര ഗ്രൂപ്പുകളിലോ മറ്റോ നിങ്ങൾ ചാറ്റിങ് ചെയ്യുന്ന രീതിയിലേക്ക് മാറരുത്. ഈ 1 മണിക്കൂർ മാത്രമല്ലേ ഞാൻ നിങ്ങളടുത്ത് ആവശ്യപ്പെടുന്നുള്ളൂ കേട്ടോ. കാരണം അത് ശരിക്കും നിങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ ക്ലാസ്സിൽ കയറേണ്ട കുട്ടികൾ നിങ്ങൾ ക്ലാസ്സിൽ കയറാതെ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പോയി കണ്ട് വെറുതെ കത്തിയടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിന് എത്ര കണ്ട് ഫീലിംഗ് ഉണ്ടാകുമോ അതേ ഫീലിംഗ് എനിക്കും ഉണ്ടാകും. ഞാൻ നിങ്ങളെമാർക്കൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഞാൻ 2 ലിങ്ക് തയ്യാറാക്കിയെന്ന് അറിയാലോ. 3 ഫോൺ സംഘടിപ്പിച്ച് 2 ലിങ്ക് തയ്യാറാക്കി ഒരു ഫോണിൽ റെക്കോർഡ് വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഒരാളടുത്ത് 1 ഫോൺ തന്നെ ഉണ്ടാവുള്ളൂ. 2 ഫോൺ ഞാൻ അതിനു വേണ്ടി സംഘടിപ്പിച്ചതാണ്, വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 2 ലിങ്ക് നൽകുന്നത് തന്നെ മുഴുവൻ പേർക്കും. അത് 5th ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ഇന്ന് 5 മണി വരെ അഡ്മിഷൻ എടുത്ത ഒരാൾക്ക് പോലും ക്ലാസ് മിസ്സാവരുത്, ക്ലാസ്സിൽ കയറാൻ കഴിയാതിരിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഇപ്പോൾ ഞാനിവിടുന്ന് കാണുന്നുണ്ട്. കാരണം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ആരോ ചില ആളുകൾ സമാന്തര ബാച്ചുകളിൽ മെസ്സേജ് ചെയ്യുന്നത് എനിക്കിവിടുന്ന് നോക്കാൻ കഴിയും കേട്ടോ. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അത്തരം രീതികൾ നമ്മൾ ടീച്ചേഴ്സിന് സാറ് പിന്നെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്ന് പറയരുത്. കാരണം സാർ അങ്ങനെ പറഞ്ഞതല്ല, നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങളുടെ അടുത്ത് നമ്മളങ്ങനെ സ്ട്രോങ്ങിലൊന്നും പറയേണ്ട കാര്യമില്ല, നിർദ്ദേശങ്ങളായിട്ട് പറഞ്ഞാൽ മാത്രം മതി. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളാണ്, ഒന്നായി കഴിയേണ്ടവരാണ്. അപ്പോൾ പരസ്പരം നിങ്ങൾ നിർദ്ദേശങ്ങൾ പറയും. നിങ്ങൾ വേറെ സൗണ്ട് ചെന്ന് പറഞ്ഞു, ഞാൻ കണക്ഷൻ മാറ്റി കൊടുത്തു, അതുപോലെ ഞാനും പറയുന്നു, ആ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പിറകിൽ ഒരു ചർച്ച വേറെ എവിടെ ഉണ്ടാവരുതെന്നും കൂടി പ്രത്യേകം പിന്നെ ഉണർത്തുകയാണ്. യെസ്, അപ്പോൾ കാര്യത്തിൽ എല്ലാവരും ക്ലാസ്സിൽ കയറിക്കോളൂ. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ, നമുക്ക് ഈ 6 വാക്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ, ഏതൊരു സിറ്റുവേഷനിലും പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആശയവിനിമയം സമ്പൂർണ്ണമായി പഠിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്യാന് എന്ന വാക്ക് പഠിപ്പിച്ചു തന്നു. ഈ ക്യാന് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിയുക എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്യാന് എന്ന വേർഡിന് സിംഗുലർ പ്ലൂരൽ എന്ന വ്യത്യാസങ്ങളേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്യാന് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു വാക്യം പറയുകയാണെങ്കിൽ ഹീ ക്യാൻ സ്റ്റഡി എന്ന വാക്യത്തിൻ്റെ അർത്ഥം അവന് പഠിക്കാൻ കഴിയും എന്നാണ്. പിന്നെ അവന് പഠിക്കാൻ കഴിയും, ഹീ ക്യാൻ സ്റ്റഡി. അപ്പോൾ നമുക്ക് ആ വാക്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റം വരുത്താം. നമുക്ക് രണ്ടാമത്തെ വാക്യം നമുക്കത് നെഗറ്റീവാണ്, ഹീ കാൻറ്റ് സ്റ്റഡി അഥവാ കനോട്ടിൻ്റെ ചുരുക്കമായിട്ട് ക്യാൻറ്റ് എന്നല്ല കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ വരിക, ഹീ കാൻറ്റ് സ്റ്റഡി, അവന് പഠിക്കാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് നമുക്കറിയാം പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ആദ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലിയർ ആയി. ക്യാൻ ഹീ സ്റ്റഡി, അവന് പഠിക്കാൻ കഴിയോ. പിന്നെ നെക്സ്റ്റ് കാൻറ്റ് ഹീ സ്റ്റഡി, അവന് പഠിക്കാൻ കഴിയില്ലേ, പറ്റില്ലേ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം 5th ആണ്. 5th നമ്മുടെ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ വെച്ചാൽ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ അല്ലേ, ഹൗ ക്യാൻ ഹീ സ്റ്റഡി. നിങ്ങൾ ചോദ്യവാക്ക് മൂന്നാമത് നിങ്ങൾ ഉണ്ടാക്കിയ വാക്യം എന്താണോ അതിൻ്റെ മുമ്പിൽ ചോദ്യവാക്ക് ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ. ഹൗ ക്യാൻ ഹീ സ്റ്റഡി, അവന് എങ്ങനെ പഠിക്കാൻ കഴിയും, ഹൗ ക്യാൻ ഹീ സ്റ്റഡി. ഇനി നമുക്ക് വൈ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വൈ ക്യാൻ ഹീ സ്റ്റഡി, അവന് എന്തുകൊണ്ട് പഠിക്കാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി നല്ല മീനിങ് ആയി മാറുക. അതായത് 6ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം, WH ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്, അഥവാ നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം, വൈ കാൻറ്റ് ഹീ സ്റ്റഡി, അവൻ എന്തുകൊണ്ട് പഠിക്കാൻ കഴിയില്ല. കണ്ടോ, അപ്പോൾ എത്ര സിമ്പിളാണ് ഈ രീതി. ഇത് നിങ്ങൾ ഓരോരുത്തരും കേട്ടോ, ഞാൻ ഇത്രയും റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ പലരും വിചാരിക്കും ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലേ, ഇതൊക്കെ പഠിച്ചാൽ സ്പോക്കൺ കഴിയോ.
ആ ഒരു മനസ്സിലുണ്ടാവുന്ന ചോദ്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓരോരുത്തരും ഒരു അരമണിക്കൂറെങ്കിലും മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യാം. എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി പറഞ്ഞുതരാം. മൗത്ത് ജിംനാസ്റ്റിക്സ്. നിങ്ങൾ ഒരു വാക്യം മനസ്സിൽ കരുതുക, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ കരുതുക. പിന്നെ അതിൻ്റെ ടോട്ടൽ 6 വാക്യം ഉണ്ടല്ലോ. ആ 6 വാക്യവും ഓർഡറായിട്ട് പറഞ്ഞു നോക്കുക. പറയുമ്പോൾ അർത്ഥം മനസ്സിൽ കൃത്യമായി ഉണ്ടാവണം. അർത്ഥം അറിഞ്ഞുകൊണ്ടേ പറയാവൂ. ഈ രീതി ഓരോരുത്തരും, ഈ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന എത്രയോ ആളുകൾ ഈ ക്ലാസ്സിലുള്ളതാണ്, അവർ പോലും ഈ കാര്യം ചെയ്തേ പറ്റൂ. എല്ലാവരും രാത്രി കിടക്കുന്നതിന് മുമ്പോ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഈ ജോലികളിൽ എൻഗേജ് ആവുന്നതിന് മുമ്പോ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഒരു 7-8 വാക്യം നിങ്ങൾ ഉണ്ടായിക്കോളൂ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഇത് എഴുതാനാണ് താല്പര്യമെങ്കിൽ എഴുതിക്കോളൂ, എങ്കിലും പറയുന്ന രീതി ഒഴിവാക്കരുത്. കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലിറ്റററി ഇംഗ്ലീഷ് അല്ല, സ്പോക്കൺ ഇംഗ്ലീഷാണ്, സംസാര ഭാഷയാണ്. സംസാര ഭാഷ എഴുതി പഠിക്കേണ്ടുന്ന ഒന്നല്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേ പണ്ഡിതന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളർന്നു വന്ന രീതി എന്താണോ ആ രീതിയാണ് പഠിക്കാൻ അഭികാമ്യം, ബെറ്റർ. ഓക്കെ, എങ്കിൽ തന്നെയും നിങ്ങൾ സംസാര ഭാഷ പഠിക്കുമ്പോൾ സംസാരം തന്നെ വേണം. അപ്പോൾ അതിനെല്ലാവരും ഒരു കാര്യം കേട്ടോ, ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയാണ്, എന്നെ വിചാരിച്ച് നിങ്ങൾ എന്നും ഈ മൗത്ത് ജിംനാസ്റ്റിക്സ് എന്നും ചെയ്തോളൂ. എന്നും അരമണിക്കൂർ പറയുമ്പോൾ നല്ല രീതിയിൽ പറയാൻ വേണ്ടി നോക്കുക. ഇപ്പം നമ്മൾ വെറുതെ പറയല്ല, പകരം നല്ലൊരു സ്റ്റൈലിൽ പറയാൻ വേണ്ടി നോക്കുക. ഹീ ക്യാൻ സ്റ്റഡി. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പാടെ നിങ്ങളെടുത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലാതെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് മൈക്ക് ഓൺ ആക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളെ മക്കളെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എനിക്ക് ബാക്കിയുള്ളവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് ഒറ്റ വഴി എൻ്റെ മുമ്പിലുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിരുത്തരവാദപരമായി പെരുമാറുന്ന ട്രെയിനീസിനെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രം. എൻ്റെ ചെയർമാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. സാറ് പറയുന്ന അനുസരിക്കാത്ത ആളുകൾ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തോളൂ. സാർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കാമെന്ന്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകണില്ല, ഇന്നത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റൂല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും റിസ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും മക്കളെ കയ്യിൽ ഫോൺ കൊടുത്തുകാണ്ട് നിരുത്തരവാദപരമായിട്ട് നിങ്ങളടക്കുന്ന ഫീസിന് ഒരു നയാ പൈസൻ്റെ വില പോലും കാണാതെ ക്ലാസ്സിലിരിക്കരുത് കേട്ടോ. എന്തേ പ്രയാസം ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ലെഫ്റ്റ് അടിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, പരമാവധി ലൈവിൽ വരാൻ കഴിയുന്നവർ ലൈവിൽ വരണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് സീരിയസ് ആയ ക്ലാസ്സാണ്. ഞാനിതേ ക്ലാസ് കോട്ടക്കലും അതുപോലെ തന്നെ വെന്നിയൂരും ചമ്മാടും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇത്തരം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് 3 മാസത്തെ നമ്മൾ 5,000 ഫീസും വാങ്ങുന്നുണ്ട്. അറിയാലോ കേട്ടോ. ഞാനല്ല വാങ്ങേണ്ടത്, എന്നെ അപ്പോയിൻ്റ് ചെയ്ത സ്ഥാപനമാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും നല്ല ക്ലാസ് കൊടുത്തിട്ട് നിങ്ങൾ ഉത്തരവാദിത്തപരമായി പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊരു 10 മിനിറ്റ് എന്തായാലും തരും ഇൻട്രാക്ട് ചെയ്യാൻ. ആ സമയത്ത് നിങ്ങൾ മൈക്ക് ഓണാക്കിയിട്ട് ചിരിക്കേ, കരയേ, പാട്ട് പാടേ, കമൻറ്റ് പറയേ, സംസാരിക്കേ, സംശയം ചോദിക്കുക, എന്തും ചെയ്തോളൂ. ജാമായ പോലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി ക്ലാസ് കഴിഞ്ഞേക്കണം. അവസാനം നമ്മൾ 10 മിനിറ്റ് കൊടുക്കണം. ക്ലാസ് നിർത്തിയ ശേഷം 10 മിനിറ്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാനങ്ങനെ പറഞ്ഞത് ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ട ചില വേളയിൽ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഞാൻ PG ക്ലാസ്സിലൊക്കെ, എൻ്റെ PG ക്ലാസ്സിൽ നിങ്ങളാരും വന്നോന്ന് എനിക്കറിയില്ല. ഓഫ്ലൈൻ PG ക്ലാസ്സിലൊക്കെ അറിഞ്ഞാൽ ഞാൻ പവർ സ്ട്രിക്റ്റാണ്, അനങ്ങാൻ സമ്മതിക്കൂല. ഓക്കെ കേട്ടോ. അപ്പോൾ അതേപോലെ കൊണ്ടുപോകണില്ല. അത്യാവശ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോപ്പറേഷൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ, ഈ 6 വാക്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ് വിത്തിൻ വീക്സ്. അങ്ങനെ ആഴ്ചകൾ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു രീതി എടുക്കും. നിങ്ങളുടെ കഴിവ് കൂടി നോക്കണം. അപ്പോൾ നമുക്ക് 50 കിലോഗ്രാം വെയിറ്റ് ഏതൊരു സ്ത്രീക്കും വേണമെങ്കിൽ പൊക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ സ്ത്രീകൾക്കും 50 കിലോഗ്രാം വെയിറ്റ് പൊക്കാൻ കഴിഞ്ഞു എന്ന് വരുമോ? ഇല്ലേ? മനുഷ്യന്മാർ ആപേക്ഷികമല്ലേ. കാവേരി ക്ലാസ് ക്ലാരിറ്റി കുറവ്. ക്ലാസ് എവിടെ സൗണ്ട് ക്ലാരിറ്റി ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തായിക്കോട്ടെ. സൗണ്ട് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല വഴി എന്താ വെച്ചാൽ ഒന്ന് ലെഫ്റ്റ് അടിച്ചുകൊണ്ട് വീണ്ടും ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 2 ലിങ്ക് ഉണ്ട്, അതുകൊണ്ട് വീണ്ടും കയറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ അത് ഒരു ലിങ്കിൽ കയറാൻ കഴിയും കേട്ടോ. ഓക്കെ, 200ന്റെ മുകളിൽ പോയാലേ പ്രശ്നം വരുള്ളൂ. നമ്മളെ ബാച്ചിൽ ഇപ്പോൾ 200 ആയിട്ടില്ല അഡ്മിഷൻ, അധ്യാപകരെ കൂട്ടി 150 ആയിട്ടുള്ളൂ. ഓക്കെ, സോ നോക്കിക്കോളൂ നിങ്ങൾ. അപ്പോൾ കണ്ടോ, ഈ ബേസിക് വാക്യങ്ങൾ എല്ലാവരും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ടാസ്ക് ഉണ്ട്, അതിൻ്റെ കൂടെ അവസാനം നമുക്ക് 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് മൈക്കും ഇനി നിങ്ങളുടെ ഫാമിലി അനുവദിക്കുമെങ്കിൽ ക്യാമും ഓണാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാവർക്കും ചിലപ്പോൾ ക്യാം ഓണാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നിർബന്ധമില്ല, മൈക്ക എല്ലാവരും വേണമെങ്കിൽ ഓണാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്നോട് എന്താ ഇംഗ്ലീഷ് ചോദിക്കാനോ ഇംഗ്ലീഷ് പറയാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ ലാസ്റ്റ് 10 മിനിറ്റ് യൂസ് ചെയ്യാം. ആരും ലെഫ്റ്റ് അടിക്കരുത്. ഇത് പറഞ്ഞാൽ ലെഫ്റ്റ് അടിച്ച് മുങ്ങും, കണ്ടം വഴി ഓടും. ആരും കണ്ടം വഴി ഓടരുത്. ഓക്കെ കേട്ടോ, യെസ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്ത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം അല്ലേ. ക്യാന് കഴിഞ്ഞു. ഇനി കുഡ്, ഞാൻ ഈ പറയുന്നൊക്കെ ലെക്ചർ നോട്ട് ഒരു വാക്യമെങ്കിലും എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ലെക്ചർ നോട്ട് എപ്പോഴും കയ്യിൽ വേണം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വരുമ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് യൂസ് ചെയ്യൂ. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് നടക്കുകയാണ്. മൈക്ക് ഓണാക്കിയാണ്ട് ക്ലാസ് ശല്യമായത്. നിങ്ങൾ ഇത് ഞാൻ ശരിക്കും ഈ കാര്യത്തിൽ ഇടപെട്ട് പറയാൻ പാടില്ല, പക്ഷെ എങ്കിലും നിങ്ങളെ നല്ലൊരു അധ്യാപികയാക്കിയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യം ഷെയർ ചെയ്യുകയാണ്. സംഭവം അത്രയേ ഉള്ളൂ. നമുക്ക് സൗണ്ട് ക്ലാരിറ്റി വേണം. മൊബൈൽ ഫോണിൻ്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, ഗൂഗിൾ മീറ്റിലെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ക്ലാസ്സിൽ അടുത്ത വർഷം ഈ മാസം നിങ്ങൾ സ്കൂൾ ക്ലാസ് എടുക്കുകയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് സൗണ്ട് ക്ലാരിറ്റി വേണം. ഒരു അധ്യാപകൻ്റെ പേഴ്സണാലിറ്റി, ഒരു അധ്യാപകൻ്റെ പൊട്ടൻഷ്യൽ. ഇനി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർക്ക് ഉണ്ടാവേണ്ടതല്ല, അത് കഴിവുള്ള ആളുകൾക്കുള്ള പ്രത്യേകതയാണ് പൊട്ടൻഷ്യാലിറ്റി. അപ്പോൾ ഈ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്ന് മാനേജ്മെൻറ്റ് നോക്കുന്നത്, ഒന്ന് വേഷവിധാനം ഒരു വലിയ ഘടകം തന്നെയാണ്. ഡ്രസ് കോഡ് വലിയൊരു ഫാക്ടറാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചറായിട്ട് പോകുമ്പോൾ ഇനി 1 മണിക്കൂറെങ്കിലും മേക്കപ്പ് ചെയ്യേണ്ടതില്ല, പഠിച്ചവനെ ഒന്ന് ആലോചിച്ചുകൊണ്ട് വേവലാതി കൊള്ളൊന്നും വേണ്ട. ഡ്രസ് കോഡ് പേഴ്സണാലിറ്റിയുടെ വലിയൊരു ഭാഗമാണ്. ഓക്കെ, സെക്കൻഡ്ലി നമുക്ക് വേണ്ടത്, നമ്മൾ ക്ലാസ് ഏറ്റവും നന്നാവണമെങ്കിൽ നമുക്ക് സൗണ്ട് ക്ലാരിറ്റി വേണം. നിങ്ങൾ കണ്ടില്ലേ, സമൂഹത്തിൽ ചില ആളുകളുണ്ടാവും, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവർ നമ്മളോട് ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം അവർ എന്താണോ സംസാരിക്കുന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവരിൽ സൗണ്ട് ക്ലാരിറ്റി, ലാരിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, ഉള്ളിൽ കുറേ അവയവങ്ങളുണ്ട്, ലാരിങ്സ് ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്. ഇതെല്ലാം പാടെ ഒരുമിച്ച് വരുമ്പോഴാണ് സൗണ്ട് കൃത്യമായി പുറത്തേക്ക് വരുന്നത്. അതിൽ എവിടേക്കോ ഉള്ള ചില മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് പ്രശ്നം. ഓക്കെ, നമുക്കത് വേണം ക്ലിയർ ചെയ്യാം. ഒരു പരിധി വരെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അതിനുള്ള വഴി എന്താ വെച്ചാൽ, ഒന്ന് നിങ്ങൾ ഈ ടങ് ക്ലീൻ ചെയ്യൂലേ, ടങ് ക്ലീൻ ചെയ്യുക. ഇത് ഞാൻ പറയാൻ പാടില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ അടുത്ത വർഷം നിങ്ങളെ നല്ല ടീച്ചറായിട്ട് കാണണം എന്ന ആഗ്രഹം കൊണ്ട്, സത്യം പറഞ്ഞ ആഗ്രഹമാണ്, ഒരു നല്ല ടീച്ചറായിട്ട് നിങ്ങളെ കാണണം. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ നിങ്ങൾ ആ സ്കൂളിൽ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയിൽ നിങ്ങൾ അവിടെ ടീച്ചറായിട്ട് നിങ്ങളവിടെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ടങ് ക്ലീന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ടങ് ക്ലീന് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നാവിന് ക്ലാരിറ്റി കിട്ടും, സൗണ്ടൊക്കെ പറയുമ്പോൾ. പിന്നെ പതുക്കെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കേണ്ട സംസാരമല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള സംസാരം. എന്ന് കരുതി പറ്റ സ്ലോ ആവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ വരില്ല. കാരണം ഒരു 5 മിനിറ്റ് പറയാനുള്ള കാര്യം ചിലപ്പോൾ അവർക്ക് പറഞ്ഞെങ്കിൽ 1/2 മണിക്കൂർ വേണ്ടി വരും. ആ പറ്റ സ്ലോ ആവാനും പാടില്ല. ഒരു മീഡിയം രീതിയിൽ സംസാരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം, നല്ല ക്ലാരിറ്റി. പിന്നെ ഒരു കാര്യം പാടെ ഞാൻ അതിൻ്റെ കൂടെ പറയുകയാണ് കേട്ടോ, ഇത് നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷാണ് ഇതിൽ കാര്യമായ വിഷയം. കാരണം നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനു കൂടുതൽ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ എന്ന വേർഡ് വരെ നമ്മൾ നന്നാക്കിയിട്ട് ഇങ്ങനെ പറയേണ്ടത് പ്രൊനൗൺസിയേഷൻ. അയാളുടെ സപ്തനാഡി ഞരമ്പുകൾ ഇളകുന്ന രീതിയിലാണ് അവർ പറയുക പ്രൊനൗൺസിയേഷൻ. തെറ്റാണത്.
ഈ ആ വാക്ക് പറയേണ്ടത് വരെ പ്രൊനൗൺസിയേഷൻ കണ്ടോ നിങ്ങൾ. ഞാൻ എന്തെങ്കിലും സപ്തനാടി ഞരമ്പുകൾ പോയിട്ട് 2 നാടി ഞരമ്പ് പോലും വർക്ക് ചെയ്യുന്നില്ല. അല്ലെ, പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അങ്ങനെ കുഴച്ചു മറിച്ച് ഇംഗ്ലീഷ് പറഞ്ഞതല്ല കറക്റ്റ് കേട്ടോ. നല്ല ഇംഗ്ലീഷിന് വേണ്ടി അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ചില ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വേണ്ടി, നല്ല ആക്സെൻറ്റ് കിട്ടാൻ വേണ്ടി. ഇന്ന് രാത്രി തന്നെ ചേമ്പിൻ്റെ വിത്ത് പറമ്പെന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടോടെ വായിലിട്ടുകാണ്ട് ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കൊന്നും വേണ്ട കേട്ടോ. അത് സുരാജ് വെഞ്ഞാറമ്മോട് പറഞ്ഞതാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ഇംഗ്ലീഷ് വരുമെന്ന്. അതൊന്നും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഇംഗ്ലീഷ് വരും. ഓക്കെ, സോ ടിപ്സുകൾ വഴിയെ കുറേശ്ശെ പറഞ്ഞത് എല്ലാം പാടെ ഒരുമിച്ച് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മെഡിസിൻ. ഞാനൊരു വൈദ്യനല്ല കേട്ടാ. ഞങ്ങൾ സാറ് ഇംഗ്ലീഷ് സാറ് മാത്രം, സാറ് ആയുർവേദം പഠിച്ച ആളാണെന്ന് പറയണ്ട. ഇത് നമ്മളെ ജോലി ഇതായതുകൊണ്ടേ അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ സൗണ്ട് ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ്റെ പേര് പറയുകയാണ്. എനിക്ക് ഈ ക്ലാസ്സിലുള്ള ഏതൊരു ലേഡിയേക്കാളും സംസാരിക്കാൻ പ്രയാസമുള്ള ആളായിരുന്നു എനിക്ക് നല്ല സ്റ്റാമറിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നൗ യു കനോട്ട് ഫീൽ ഇറ്റ്. കാരണം ഞാനത് അത്രയും കൺട്രോൾ ചെയ്ത് ആ മാക്സിമം സ്റ്റൈല് നോക്കിയിട്ട് ക്ലാസ് എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ വരാറുണ്ടായിരിക്കും, ക്ലാരിറ്റി കുറവൊക്കെ വരാറുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മെഡിസിൻ്റെ പേര് ഞാൻ പറയുകയാണ്, സാരസ്വത അരിഷ്ടം കേട്ടോ. പേര് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ചോളൂ, സാരസ്വതി അരിഷ്ടം. അത് ആ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയാലും ആ മെഡിസിൻ കിട്ടും. ഇത് നിങ്ങൾ പരമാവധി ആയുർവേദശാല, ഈ കോട്ടക്കൽ ആയുർവേദശാലക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ച് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ തന്നെ വാങ്ങാൻ നിൽക്കുക. നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു 250-300 റേറ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ മഷിക്കുപ്പിൻ്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ രാവിലെ ഒരു 5 മില്ലിയോ 10 മില്ലിയോ മിൽക്ക്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മിൽക്ക് തന്നെ എടുത്തിട്ട് ആ മിൽക്കിൽ ഒരു 5 തുള്ളി 5 ഡ്രിപ്സ് ഉറ്റിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. 2 മാസം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുണ്ടാവും ഈ ഒരു ബോട്ടിൽ. കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി, സൗണ്ടിനൊക്കെ നല്ല ക്ലാരിറ്റി വരും, സംസാരിക്കാൻ പ്രയാസം വരില്ല. സംസാരിക്കുമ്പോഴുള്ള ഈ ഒരു നമ്മൾ മലയാളത്തിൽ കൊഞ്ഞപ്പാടാന്നൊക്കെ പറയും അല്ലേ, ആ സ്റ്റൈല്. പിന്നെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാഡിയും സംസാരിക്കുന്ന എന്താ ടൈപ്പ് ചെയ്തത് കാവേരി, ഞാനേ എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നില്ല ഇവിടുന്ന്, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ, ഇനി കാണാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം ക്ലാസ്സിൽ ഫസ്റ്റ് ലിങ്ക് ഫുള്ളായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഡിസിൻ സാരസ്വതി അരിഷ്ടം അത് ആയുർവേദശാലയിൽ കിട്ടും. അത് മിൽക്കിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നല്ലതാണ്. ഇനി നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പേ നമ്മളോട് പറഞ്ഞു തരുന്നു, പല പിഴവുകളും വരാറുണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു സിനിമയിൽ ഞാനൊരിക്കൽ കണ്ടതാണ്, പൂതിൽ വാട്ടിയോ. അപ്പോൾ ഈ മനസ്സിന് നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാതിൽ പൂട്ടിയോ എന്നുള്ളത് പൂതിൽ വാട്ടിയോ എന്നൊക്കെ വരും. ആ പ്രോബ്ലം കൂടി ഇവിടെ സോൾവ് ആവും. പിന്നെയും ഉണ്ട് ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ഫോറസ്റ്റൊക്കെ എന്തുമാത്രം കാടാണ്. ഇതൊക്കെ സംസാര വൈകല്യം തന്നെയാണ്. ട്രൂ ആണ്. ഇസ് ഇറ്റ് ട്രൂ ആണ് കാവേരി, സത്യടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംസാര വൈകല്യങ്ങൾ മുഴുവൻ, അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ഈ പറയാൻ കഴിയില്ല. എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരളത്തിലൊരു ഫേമസ് സെലിബ്രിറ്റി ആണെന്ന്. പക്ഷെ അദ്ദേഹം പലപ്പോഴും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ബാക്ക് വെച്ചിൽ ഇരുന്ന് ഊറി ചിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും 1 മിനിറ്റ് ഒന്ന് പോസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക് കേട്ടോ. ഇനി എല്ലാവരും മൈക്ക് ഓൺ ആക്കിയോ ഒന്ന് ഓഫ് ചെയ്തോളൂ. അപ്പോൾ സരസ്വതി ഇഷ്ടം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അത് കണ്ടിന്യൂസ് കഴിക്കണം കേട്ടോ. എന്നാലൊരു 1 മന്ത് മിനിമം മൈക്ക് ഓണാണ്, ആടെയോ മൈക്ക് ഓണാണ്, പിന്നെ ഓഫാക്കിയില്ലേ? യെസ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാം. കാരണം ബുദ്ധിശക്തി കൂടി
ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്നതാണ്. ഈ ബ്രഹ്മിക്ക് പകരം, ബ്രഹ്മിയാണല്ലോ നമ്മൾ സാധാരണ ഈ ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട് ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് പിന്നെ അതിന് പകരം നൽകാവുന്ന അതിൻ്റെ അതേ ഗുണം ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇതിൽ സ്വർണം ചേർത്തേക്കണേ, ഗോൾഡ് ചേർത്തതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് റേറ്റ് ഉണ്ടാവും. ഒരു 250-300 റേറ്റ് ചെറിയ ബോട്ടിലിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നല്ല, ഇത് ആവശ്യമുള്ളവർ ഇത് എന്ത് ചെയ്യുക, സരസ്വതി അരിഷ്ടം. ഓക്കെ, സ്റ്റാമറിങ് ഉള്ള ആളുകൾക്ക് ഒരുപാട് ഗുണമാണ് ഈ മെഡിസിൻ. എൻ്റെ ലൈഫിൽ വലിയ മാറ്റം വരുത്തിയ മെഡിസിൻ കൂടിയാണ് ഇത്. ഓക്കെ, സൗണ്ട്, നമുക്ക് അധ്യാപകരാകുമ്പോൾ സൗണ്ട് ക്ലാരിറ്റി നന്നായിട്ട് വേണം. ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് വ്യക്തമാകണം. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അപ്പോൾ അത് ഇനി ബാക്കിയുള്ള ഘടകങ്ങൾ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ 27 വർഷത്തെ നീണ്ട അധ്യാപന ജീവിതത്തിനിടയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവാക്കി എടുത്തിട്ട് ഒരു നല്ല ടീച്ചറാവാം. അതിന് വേണ്ടിയാണ്. കാരണം എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടി വലിയ ഫീ ഒക്കെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് അടച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ കോഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് വേണം എന്ന് 100% ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ആവശ്യവുമാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഈ സാറ് അദ്ദേഹം ഷാ പറയാൻ കഴിയില്ല. അദ്ദേഹം സ്ഫ എന്നേ പറയുള്ളൂ. മൂപ്പരെപ്പോഴും നാഷണൽ വാക്ക് പറയുമ്പോൾ നാസ്ഫണൽ എന്നാ പറയുക. ഇത് കേട്ട് ചിരിക്കാൻ വേണ്ടി മിക്കവാറും മൂപ്പര് അവസാനത്തെ അവറാണെങ്കിൽ, അവസാനത്തെ പീരീഡാണ് മൂപ്പര് PSMOയിൽ ക്ലാസ് എടുക്കാൻ വരുന്നതെങ്കിൽ ഞങ്ങൾ അവസാനത്തെ ഒരു ക്ലാസ് ഫുള്ളാണ് ഈ കാര്യം. അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിരുന്നു. ഓക്കെ, ഇന്ന് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, പേര് പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാട് ആളുകൾക്ക് ഉണ്ട്. ഇതൊരു ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റൂല. ഈ വൈകല്യങ്ങൾ മനുഷ്യ സഹജമാണ്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ അതിനെ അതിജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പൊടിക്കൈകൾ ഇപ്പോൾ ഇന്ന് കുറച്ച് പറഞ്ഞു തന്നു, നെക്സ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മറക്കണ്ട, ക്യാൻ. ഇപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് ഈ പ്രൊണൗൺസിയേഷനൊക്കെ നിങ്ങൾ മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് എഴുതിയ പോലെ വായിക്കരുത്, ഞാൻ പ്രത്യേകം പറയാണ്. എഴുതിയ പോലെ വായിക്കേണ്ടുന്ന ഒന്നല്ല ഇംഗ്ലീഷിൻ്റെ വായന പഠിക്കാൻ വേണ്ടി നിങ്ങൾ കുറേശ്ശെയാണെങ്കിലും ട്രൈ ചെയ്തോളൂ. യൂട്യൂബിലൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രിട്ടീഷുകാരെ കുറേ വീഡിയോ കിട്ടും. അത് വെറുതെ കേട്ട് വെക്കാം. കേൾക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ CC ഓൺ ആക്കിയിട്ട്, CC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കാരണം എന്നെക്കാൾ ആ കാര്യത്തിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ കാര്യത്തിലൊക്കെ എന്നെക്കാൾ ഏബിളായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ CC ഓൺ ആക്കിയിട്ട് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആദ്യമൊക്കെ നമ്മൾ മേപ്പിട്ട് നോക്കുമെങ്കിലും 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാം ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കേണ്ട രീതി, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബേ ഇല്ല. അന്ന് വീട്ടിലൊക്കെ ഉള്ള ട്യൂബ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ എങ്ങനെ ഇത് ആക്സെൻറ്റ് പഠിച്ചതെന്നറിയോ? ഈ റേഡിയോയിൽ പഴയ കാലത്ത് ഷോർട്ട് വേവ് എന്ന് പറഞ്ഞ ബാൻഡ് ഉണ്ട്. ആ ബാൻഡിൽ BBC വേൾഡ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ വേൾഡ് ന്യൂസ് കിട്ടും. ആ വേൾഡ് ന്യൂസ് പലപ്പോഴും വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു 6:30 ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് അന്ന് നീന പിള്ളൈ എന്ന് പറയുന്നൊരു മലയാളി വംശജയാണ്. കാരണം ജനിച്ച് 2 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു, ബാക്കിയുള്ള കാലം ഇംഗ്ലണ്ടിലായിരുന്നു, അവിടുത്തെ പൗരയാണ്. ഓക്കെ, അവർ വായിക്കുമ്പോൾ കറക്റ്റ് ഇംഗ്ലീഷ് തന്നെയാണ്, നല്ല അടിപൊളി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആക്സെൻറ്റ് പഠിക്കാൻ ശ്രമിച്ചതും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, ശ്രദ്ധിക്കുക. കുറേ കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ക്യാന് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് വെച്ച് കണ്ട് ക്യാന് വെച്ച് പറയാം, യു ക്യാൻ ഗോ, നിങ്ങൾക്ക് പോകാൻ കഴിയും. ഈ ക്യാനിന് അർത്ഥം മാത്രമല്ല ഒരുപാട് പ്രയോഗം ഉണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. പക്ഷെ എല്ലാം പാടപ്പം അറിയേണ്ട വഴിയെ അറിയാം. യു ക്യാൻ ഗോ, യു കാൺറ്റ് ഗോ, നിനക്ക് പോകാൻ പറ്റൂല. ക്യാൻ യു ഗോ ഓർ ക്യാൻ ഐ ഗോ, എനിക്ക് പോകാൻ പറ്റുമോ, എനിക്ക് പോകാൻ കഴിയുമോ? കാൺറ്റ് ഐ ഗോ, എനിക്ക് പോകാൻ പറ്റില്ലേ, എനിക്ക് പോകാൻ കഴിയില്ലേ? ഹൗ ക്യാൻ ഐ ഗോ, എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? വൈ ക്യാൻറ്റ് ഐ ഗോ, എനിക്ക് എന്തുകൊണ്ട് പോകാൻ കഴിയൂല? ഇങ്ങനെയുള്ള
മൗത്ത് ജിംനാസ്റ്റിക്സ്, അർത്ഥം മനസ്സിലാക്കിയുള്ള മൗത്ത് ജിംനാസ്റ്റിക്സ് എന്നും ചെയ്യണം കേട്ടോ. കോഴ്സ് കയ്യോളം പോട്ടെ, എന്തുണ്ടാവോ നോക്കാനോ. ഇംഗ്ലീഷ് നല്ലോണം പഠിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകണില്ല. നല്ലൊരു ടീച്ചറായി മാറുകയും ചെയ്യും. ഓക്കെ. കാരണം നമ്മൾ ആക്സെൻറ്റ്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റ് കേട്ടാൽ തന്നെ നമ്മൾ അളക്കും അവർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് സോഷ്യലായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളടുത്ത് ഒരു പരിചയമില്ലാത്ത വ്യക്തി നിങ്ങളാദ്യമായി നിങ്ങളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ഈ സമയത്ത് അയാൾ ശുദ്ധമായ മലയാളം, നമ്മളെ മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ അങ്ങനെയുള്ള ഒരു കൊളോക്കിയൽ മലയാളം അല്ലാതെ ശുദ്ധമായ മലയാളം അയാൾ സംസാരിക്കുകയാണെങ്കിൽ, ആ സ്ത്രീ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? ഈ കാര്യം ഇവർ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ് തുടങ്ങിയ ഒരു ധാരണ നിങ്ങൾക്ക് വരും. എവിടെ? അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളത്രയും വിദ്യാഭ്യാസ ഉണ്ടാവണമെന്നില്ല. പകരം സംസാരത്തിൽ അവർ പുലർത്തിയ സൂക്ഷ്മത കാരണമായിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് കാട് കയറി ആലോചിച്ചത് മാത്രമല്ല, ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ. മനസ്സിലായില്ലേ? ഇത് മലയാളം ഭാഷക്കുള്ളതാണെങ്കിൽ ഇത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഇത് ഇംഗ്ലീഷിലും ബാധകമാണ്. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് ഫുള്ള് സംസാരിക്കണം എന്നില്ല. മലയാളം പറയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് പോലും നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ അടയാളമാണ്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യും പോലും നല്ല എന്തേ പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പോൾ വിദ്യാസമ്പന്നരായ ആളുടെ ഇടയിൽ പോലും ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഇംഗ്ലീഷ് ഫുള്ള് പറഞ്ഞില്ല, നമ്മൾ മലയാളം പറഞ്ഞിടയിൽ ഇങ്ങനത്തെ ഇംഗ്ലീഷ് നന്നായിട്ട് നല്ലൊരു പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി വേറെ വൈബിലേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ ലൈഫിലെ വളരെ നിർണായകമായ സമയമാണല്ലോ ഇവിടെ ചിലവഴിക്കേണ്ടത് അല്ലേ? അതുകൊണ്ട് നല്ല കാര്യം ഉണ്ടാവും, കാര്യം വേണം, ഉണ്ടായേ പറ്റൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങളിത് ശരിക്കും ഫോളോ ചെയ്തോളൂ. ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അത് ഒരു റിയാലിറ്റിയാണ്, അല്ലാതെ വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട് പുളുപടിക്കല്ല. ഓക്കെ. സോ കാര്യം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാന് വെച്ചുകൊണ്ടുള്ളത് അവിടെ നിർത്താം. അടുത്തത് നമുക്ക് ഇന്ന് വുഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വുഡ് നീടും പറഞ്ഞിരുന്നു. വുഡ് ഒന്നുകൂടി പറയാം. ഹീ വുഡ് ഗോ, അവൻ പോവുക പതിവായിരുന്നു. ഇപ്പോൾ ഇല്ലാത്തതും മുമ്പ് അവനക്ക് ഉണ്ടായിരുന്നതുമായ ഒരു പതിവ് അഥവാ ശീലം പറയാൻ വേണ്ടിയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക. വുഡിനും സിംഗുലർ പ്ലൂരൽ എന്ന വ്യത്യാസങ്ങളേ ഇല്ല. അതുകൊണ്ട് തോന്നിയ പോലെ യൂസ് ചെയ്യാം. ഹി വുഡ് ഗോ, യു വുഡ് ഗോ, ഷീ വുഡ് ഗോ, വി വുഡ് ഗോ, എങ്ങനെയും പറയാം. ഇനി വുഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വുഡ് പറഞ്ഞ് ഞാൻ വീണ്ടും ഓർമ്മിച്ചാണ്. അതൊക്കെ എത്ര വർഷം പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യൂ, നന്നായിട്ട് സൂപ്പറായി വരും. ഹീ വുഡ് ഗോ ടു ഈസ് ബ്രദർ, അവൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോവുക പതിവായിരുന്നു അല്ലേ? ഇനി ബാക്കിയുള്ള വാക്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. മലയാളം ഞാൻ പറയാം. അവൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോവുക പതിവായിരുന്നില്ല. അവന് സഹോദരൻ്റെ അടുത്തേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നോ? ഇനി അടുത്ത വാക്യം പതിവുണ്ടായിരുന്നില്ലേ? ഇനി അവൻ എപ്പോഴായിരുന്നു അവൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പതിവായി പോയിരുന്നത്? അത് വെന്നുപയോഗിച്ച് കണ്ട് പറഞ്ഞാൽ മതി. അവൻ എന്തുകൊണ്ടായിരുന്നു അവൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോവാതെ ഇരുന്നത്, പോകുന്ന പതിവില്ലാതിരുന്നത്? അങ്ങനെയും നമുക്ക് വായി യൂസ് ചെയ്ത് കണ്ട് പറയാം. വൈ വുഡിൻറ്റ് ഹി ഗോ ടു ഹിസ് ബ്രദർ? വൈ വുഡിൻറ്റ് ഹി ഗോ ടു ഹിസ് ബ്രദർ? അവൻ എന്തുകൊണ്ടായിരുന്നു അവൻ്റെ ബ്രദറുടെ അടുത്തേക്ക് പോകുന്ന പതിവില്ലാതിരുന്നത്? ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അർത്ഥവത്തായ വാക്യങ്ങൾ. പിന്നെ പഠിച്ച നീഡായിരുന്നു. നീഡ്, ഐ നീഡ് ഗോ, യു നീഡ് ഗോ. ദർ ഈസ് നോ ഡിഫറൻസ് ലൈക്ക് സിംഗുലാരിറ്റി ഓർ പ്ലൂരാലിറ്റി ടു ദ ഓക്സിലറി നീഡ് ഓൾസോ. നീഡ് എന്ന വാക്കിന് പോലും ഇത്തരം സിംഗുലർ പ്ലൂരൽ വ്യത്യാസങ്ങൾ വരുന്നില്ല. നല്ല സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ, എത്ര സിമ്പിളായിട്ട് പറയാൻ കഴിയും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഹീ നീഡ് ഗോ, അവൻ പോകേണ്ട ആവശ്യമുണ്ട്. ഹി നീഡിൻറ്റ് ഗോ,
അവൻ പോകേണ്ട ആവശ്യമില്ല, അവന് പോകേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിലും അർത്ഥം പറയാം. അവൻ പോകേണ്ട ആവശ്യമില്ല എന്നും പറയാം, അവന് പോകേണ്ട ആവശ്യമില്ല എന്നും പറയാം. ഓക്കെ. നീഡ് ഹീ ഗോ, അവൻ പോകേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ ഗോ, ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ അറ്റൻഡ് ദ മാരേജ് ഫംഗ്ഷൻ, ഞാൻ ആ മാരേജ് ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്ലീസ് ടെൽ മീ, പറഞ്ഞു തരൂ. ഓക്കെ, ഇതന്നെ ഇംഗ്ലീഷ്. ഇതൊക്കെ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇംഗ്ലീഷ് വരില്ലേ? മനസ്സിലായില്ലേ? സായിപ്പിൻ്റെ മുമ്പിൽ ഇതൊക്കെ നല്ല ഇംഗ്ലീഷാണ്. ഓക്കെ കേട്ടോ, കോൺഫിഡൻസ് വേണം. കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷ് പറയുന്നതല്ല അപാര ഇംഗ്ലീഷ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് പോലും സായിപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, നമുക്ക് ബാക്കിയുള്ള വാക്യങ്ങൾ, നീഡ് ഉപയോഗിച്ച വാക്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കണ്ട്, പലപ്പോഴും വോയിസ് ആകുമ്പോഴേ, നീണ്ട വോയിസ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരുപാട് സമയം കേട്ട് അതിന് റീപ്ലൈ നൽകാൻ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീണ്ട വോയിസ് അയക്കാതെ കുറഞ്ഞ വോയിസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. കാരണം ജോലികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ നാളെ ഡ്രീം അക്കാഡമിയുടെ 91 കുട്ടികൾക്ക്, കുറച്ച് കുട്ടികൾക്ക് അയച്ചിട്ടുണ്ട്, 91 കുട്ടികൾക്കുള്ള ID കാർഡ് നാളെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മൊത്തം ഇതിൻ്റെ പണിയിലായിരുന്നു, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് മറ്റന്നാളത്തോടു കൂടി SCERT കൗൺസിലിൻ്റെ 37 ID കാർഡുകൾ ഇതാ നാളെ എൻ്റെ കയ്യിലെത്തും. അതും ഒക്കെ അഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യുക, ട്രാക്കിംഗ് കോഡ് ഉണ്ടാക്കുക, പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോവുക, അവിടെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുക. നമ്മൾ തന്നെ ചെയ്യാറാണ്. കാരണം അവിടുത്തെ സ്റ്റാഫ് അതിന് പരിചയമായതുകൊണ്ടോട് പറയും, സാറിനെ ഇരുന്ന് കണ്ട് ചെയ്താളിന്ന് ഞങ്ങൾക്ക് സമയം ലാഭിക്കാമെന്ന് പറയും. അവർക്ക് വീട്ടിൽ ജോലി ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഞാൻ അവരെ ഏൽപ്പിച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സംശയങ്ങളൊക്കെ അയക്കുമ്പോൾ ചുരുങ്ങിയ ഇതിൽ അയക്കാൻ വേണ്ടി നോക്കും. ഒരുപാട് വോയിസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സമയം ടെക്സ്റ്റ് ബുക്ക് ആയിട്ടും ID കാർഡായിട്ടും സമയം യൂസ് ചെയ്യുന്നത്, അതിനെ ബാധിക്കുന്നതും കൂടി അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടോ, നീഡ് യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം. ഷുഡാണ് ഇന്ന് പറയാമെന്ന് പറഞ്ഞത്. ഷുഡ്, യു ഷുഡ് ഗോ. പലപ്പോഴും നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഷുഡ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഷുഡ് എന്താണ്? ഡോണ്ട്. നീഡ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. എന്നാൽ നീഡിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ പ്രയോഗമുണ്ട്. അത് നമുക്ക് നീഡ് ടു എന്ന രീതിയിൽ വരുന്ന പ്രയോഗമാണ്. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഹി നീഡ് ഗോ, ഹി നീഡിൻ്റ് ഗോ, നീഡ് ഹീ ഗോ, നീഡിൻ്റ് ഹീ ഗോ, വൈ നീഡ് ഹീ ഗോ, അവന് എന്താ പോവേണ്ട ആവശ്യമുള്ളത്? ഓക്കെ, ആൻഡ് വൈ നീഡിൻ്റ് ഹീ ഗോ, അവന് എന്തുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല? ഈ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. നീഡിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ടു യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സ്ട്രക്ചർ മൊത്തം മാറും. ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും എന്തായാലും. അതുകൊണ്ട് ഇപ്പം ഞാനത് പഠിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ് വരെ ക്ഷമിച്ചു കൂട്ടോ. അത് നീഡ് ടു എന്ന പ്രയോഗമാണ്, നമുക്ക് അവിടെ പഠിക്കാം. ഷുഡ് പറഞ്ഞിരുന്നു, ഷുഡ് ഒന്നും പറഞ്ഞാണ്. കാരണം അറിയാലോ, എത്ര പറഞ്ഞാലും ഇത് മതിയാവൂല. പഠിയട്ടെ, നന്നായി പഠിയട്ടെ. ഷുഡ്. ഓക്കെ, ഷുഡ് കഴിഞ്ഞാൽ ഷുഡ് വെച്ചുകൊണ്ട് വാക്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മലയാളം എഴുതി നോക്കുക. മലയാളം ശരിയാവണില്ല എന്ന് ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. 24 hour ഞാൻ റീപ്ലൈ തന്നിരിക്കും കേട്ടോ. നിങ്ങൾ സംശയങ്ങൾ അയച്ചുകൊണ്ട് അപ്പം തന്നെ നോക്കാഞ്ഞാൽ ചില ആളുകൾ ആ ഡൗട്ട്സുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യരുത് കേട്ടോ. കാരണം അറിയാലോ, നമ്മളെ അവസ്ഥ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്ന് പുതുതായിട്ട് പഠിക്കാം ഒരു വേർഡ്. ആ വേർഡ് ആണ് ഡെയർ, DARE, ഡെയർ. ഡെയറും ഇംഗ്ലീഷിൽ ഒരു ഓക്സിലറി വെർബാണ്. ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബിൻ്റെ എണ്ണം 23 ആണ്. 23 ആണ്. ആ 23ൽ അവസാന ഭാഗത്തേക്ക് വരുന്ന സെക്കൻഡറി ഓക്സിലറി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഇതൊക്കെ. നമുക്ക് ടെക്സ്റ്റൽ ക്ലാസ്സുകൾ വരുമ്പോൾ ആ ഭാഗം കൂടി നമുക്ക് പഠിക്കാം. എന്തായാലും നമ്മൾ പഠിക്കും നമ്മൾ കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, 24 ഓക്സിലറിയിൽപ്പെട്ട വേറെ ഒരു വേർഡാണ് ഡെയർ. ഡെയർ എന്ന വാക്കിൻ്റെ അർത്ഥം,
അത് സ്പെല്ലിങ് പറഞ്ഞുതരാം. DARE. DARE. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ജയ. ജയ. ഇംഗ്ലീഷുകാർക്ക് അലർജിയാണ്. നമുക്ക് നല്ലോണം വേണം. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് അവസാനമാണെങ്കിൽ പറയില്ല. അതുകൊണ്ട് ജയർ. ജയർ. ഷുവ സൗണ്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ 6 എല്ലായ്പ്പോഴും ഇംഗ്ലീഷുകാർ ഒരു ലൈറ്റായിട്ട് നമ്മൾ ഏമ്പക്കം വിട്ടാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ലൈം ജ്യൂസോ കഴിച്ചിക്കാണ്ട് ഏമ്പക്കം വിടുമ്പോൾ ആയിരിക്കും. ചിക്കൻ ബിരിയാണി കടിച്ചുകൊണ്ട് ഏമ്പക്കം വിടുമ്പോൾ ഭയങ്കര സൗണ്ട് ആവും അല്ലേ? വല്ല വണ്ടിയൊക്കെ ഗിയർ ചേഞ്ച് ചെയ്ത മാതിരിക്കാണ് ഈ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് വരും. ഒക്കെ ലൈറ്റ് ഏമ്പക്കം. ശരിക്ക് ഈ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഷുവ സൗണ്ട്. ഷുവ സൗണ്ട്. 6 എല്ലായ്പ്പോഴും അവരവസാനിപ്പിക്കൽ ഷുവ സൗണ്ടിലാണ്. ശ്രദ്ധിക്കുക, 6 എല്ലായ്പ്പോഴും അവരവസാനിപ്പിക്കുന്ന ഷുവ സൗണ്ടിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും പഠിക്കണ്ട. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡോക്ടർ കണ്ട ആണ് അവസാനം. ഇല്ല. ഡോക്ടർ. ബ്രദർ. ബ്രദർ. മദർ. ഫാദർ. സിസ്റ്റർ. കണ്ട ഒക്കെ ലാണ് അവസാനിക്കുന്നത്. ഈ രീതി പറഞ്ഞ് പഠിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നന്നായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഓക്കെ, ഷുവ സൗണ്ട്. ഇനി സൗണ്ട് മറക്കണ്ട, ഷുവ സൗണ്ട്. ഇനി എവിടെയെങ്കിലും നിങ്ങൾ ഷുവ സൗണ്ട് എന്ന് കേട്ടാൽ പിന്നെ ബേജാറാവും വേണ്ട കേട്ടോ. നമ്മൾ പിന്നെ ഇൻ്റർനാഷണൽ സ്കൂളിൽ മോണ്ടിസോറി ടീച്ചറൊക്കെ ആയിട്ട് കയറുമ്പോൾ എന്തായാലും ഈ സൗണ്ടൊക്കെ എടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ പേടിക്കണ്ട. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നാഗാലാൻഡിൽ നിന്ന് വരുന്ന സ്റ്റാഫ് വരെ നമ്മളോട് ചോദിക്കണം, ഡു യു ഹാവ് എനി കണക്ഷൻ വിത്ത് ബ്രിട്ടൻ ഓർ മാഞ്ചസ്റ്റർ? ഡു യു ഹാവ് എനി റിലേഷൻ ഇൻ മാഞ്ചസ്റ്റർ? ചോദിക്കണം അവർ. എന്താ അർത്ഥം? നമ്മൾ ലണ്ടനിൽ പോയിട്ടുണ്ടോ, നമ്മൾക്ക് അവിടെ ബന്ധുക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത്. അത്രയും നല്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഈ മോണ്ടിസോറി ടീച്ചേഴ്സായിട്ട് നാഗാലാൻഡിൽ നിന്നുള്ള കുറേ എണ്ണം എത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ, പുരുഷന്മാരാണ് കൂടുതലും എത്തിയിട്ടുണ്ട്. അവർക്ക് ഹിന്ദി അറിയാമെങ്കിൽ പോലും ഒരു ഹിന്ദി പറയില്ല, ഇംഗ്ലീഷേ പറയുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ചെമ്മാടൊക്കെ ഉണ്ട്. ചെമ്മാട് ജെംസ് ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവിടെ നാഗാലാൻഡിൽ നിന്നുള്ള. കാരണം ഇങ്ങനെ പോയിട്ട് ഞാൻ അവിടെ പോയി അയാളുമായിട്ട് കുറേ സംസാരിച്ച് അങ്ങനെ ഫ്രണ്ട് ആയതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമുക്ക് ഷുഡ് കണ്ടോ. യു ഷുഡ് ഗോ, നീ പോകണം. യു ഷുഡിൻറ്റ് ഗോ, നീ പോകരുത്. യു ഷുഡിൻറ്റ് ഗോ, നീ പോകരുത്. ഷുഡ് ഐ ഗോ, ഞാൻ പോകണം. എനിക്ക് പോകേണ്ട കടമയുണ്ടോ? എനിക്ക് പോകേണ്ട നിർബന്ധമുണ്ടോ? ഷുഡിൻറ്റ് ഐ ഗോ, ഞാൻ പോകേണ്ടതില്ലേ? ഞാൻ പോകേണ്ട നിർബന്ധമില്ലേ? ഹൗ ഷുഡ് ഐ ഗോ, ഞാൻ എങ്ങനെ പോകണം? ഹൗ ഷുഡ് ഐ ട്രീറ്റ് യു, ഞാൻ നിന്നെ എങ്ങനെ നോക്കണം, കൈകാര്യം ചെയ്യണം? ഹൗ ഷുഡ് ഐ ടേക്ക് കെയർ യു, ഞാൻ എങ്ങനെ നിന്നെ കെയർ ചെയ്യണം? ഓക്കെ. സോ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് വാക്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഈ സ്റ്റൈലിൽ പറഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ വൈ ഷുഡിൻറ്റ് ഐ ഗോ, എനിക്ക് എന്തുകൊണ്ട് പോകാൻ പാടില്ല? വൈ ഷുഡിൻറ്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ അല്ലി? ഓ പിന്നെ സംഭവം ഓർമ്മ വരുന്നില്ലേ? ഓക്കെ. ഇനി പിന്നെ ഹസ്ബൻഡിനോടൊന്നും ഞാൻ പറഞ്ഞു നിൽക്കണ്ട, ലീവ് മീ അലോൺ കേട്ടാ. അഞ്ഞ് കട്ടിലിൻ്റെ പിന്നെ തലൊന്നും പിടിച്ച് പൊക്കാൻ നിൽക്കണ്ട, കൈ ഒഴുകി പോവും കേട്ടോ. പറഞ്ഞുതരാം കേട്ടോ. ചിലപ്പോഴേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു നഗവല്ലിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. അതിൽ ആ സിനിമയിൽ ഫാസിൽ കയറ് കെട്ടിക്കാണ്ടാണ് പിന്നെ കട്ടിൽ പൊക്കേണ്ടത്, ശോഭന പൊക്കിയതല്ല. ആദ്യം പറഞ്ഞുതരാം, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ പക്ഷേ ധൈര്യത്തിലേ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുള്ള കട്ടിൽ പറഞ്ഞാൽ വല്ല വീട്ടിയോ തേക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിറ്റാണ് ഈ കാരം. ഒരിക്കൽ പൊക്കിയാൽ മതി, അതോടുകൂടി ആ കൈ പീസാവും. ഓക്കെ. അപ്പോൾ കണ്ടോ, വൈ ഷുഡിൻറ്റ്, എനിക്ക് എന്തുകൊണ്ട് പാടില്ല? വൈ ഷുഡിൻറ്റ് ഐ? ഇപ്പോൾ നിങ്ങളെടുത്ത് പിന്നെ ഒരാൾ പറയാണ്, യു ഷുഡിൻറ്റ് ഗോ ടു മീറ്റ് ഹിം, നീ അയാളെ കാണാൻ പോകാൻ പാടില്ല. കാണാൻ പോകരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വൈ ഷുഡിൻറ്റ് ഐ?
ബാക്കി പറയേണ്ട ആവശ്യമില്ല. ബാക്കി പറയേണ്ട ആവശ്യമില്ല. വൈ ഷുഡിൻ്റ് ഐ? എനിക്ക് എന്തുകൊണ്ട് പാടില്ല? എനിക്ക് എന്തുകൊണ്ട് അയാളെ കാണാൻ പോകാൻ പാടില്ല? ഓക്കെ, കണ്ടോ? സ്റ്റൈൽ ആൻഡ് ഇംഗ്ലീഷ് നമുക്ക് ഉണ്ടാക്കാം, പ്രാക്ടീസ് ചെയ്യാം, മറക്കണ്ട. ഇന്നൊരു പുതിയ വാക്കും കൂടി പഠിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് 10 മിനിറ്റ് എല്ലാവർക്കും മൈക്കും ക്യാമും ഇഫ് എനി നിങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം ക്യാമും ഓണാക്കാനുള്ള അവസരം തരികയാണ്. ഓക്കെ, ഷുഡും വുഡും ശരിക്ക് ഷാള്, വില്ല് എന്നീ വാക്കുകളെ പാസ്റ്റ് ടെൻസ് V2 ഫോം കൂടിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. കാരണം അല്ലേ, പോകുന്ന വഴിയിൽ ദൂരെ എവിടെയോ ആ വഴിക്ക് കുറുകെ ഒരു പാമ്പ് എടുക്കുന്നുണ്ട് കരുതിയിട്ട് ഇപ്പം തന്നെ അതിന് വേണ്ട പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ എത്തുമ്പോൾ എടുത്താൽ പോരെ കേട്ടോ. നമുക്ക് അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ചെയ്യാം. അതിനെ ഫേസ് ടു ഫേസ് കാണാം. നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ എന്തിനേയും അതിജീവിക്കാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. ഒരു ലേഡി സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ശരിക്കും മനസ്സിലാവും. ശരിക്ക് ഞാൻ മെയിൽ സൈക്കോളജി നോക്കിയിട്ടുണ്ട്, ഫിമെയിൽ സൈക്കോളജി നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത് ഫിമെയിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. ഓക്കെ, ഈ ഫിമെയിൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയറായിട്ട് വ്യക്തമാവും, മെയിലിനേക്കാളും പവർഫുള്ളാണ്. നിങ്ങൾ ആയിട്ടും വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട, മെയിലിനേക്കാളും പവർഫുള്ളാണ്. സത്യം പറയാണ്. നിങ്ങൾ സൈക്കോളജി എടുത്ത് വായിച്ചോളി. സൈക്കോളജി ബുക്ക് എടുത്ത് വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞുതരും. മെയിലിനേക്കാളും പവർഫുള്ളാണ്. അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ അത് നല്ല ഉയർച്ചയായിരിക്കും. ഓക്കെ, ഇത് സാധ്യമായ കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യം നടക്കില്ല, അത് ഉറപ്പല്ലേ അല്ലേ? പിന്നെ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്കൊരു റെസിപ്പി ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളിതിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്ക് ഒരു റെസിപ്പി ഞാൻ അയച്ചു തന്നു കഴിഞ്ഞിട്ട് ആ റെസിപ്പി നോക്കിയാണ്ട് അവർ ബിരിയാണി ഫസ്റ്റാണ് ഉണ്ടാക്കാറ്, ശരിയാവുമോ? അല്ലേ? മിക്കവാറും തീരുമാനമാവും. ഓക്കെ, ആ ഫുഡിന് ബിരിയാണി എന്ന് പറയാൻ പറ്റൂല, വേറെന്താ പേര് പറയേണ്ടി വരും. എന്താണ് അവിടെ കുറവുള്ളത്? പ്രാക്ടീസിൻ്റെ കുറവാണ്. പ്രാക്ടീസ് ആവശ്യമാണ് എന്ത് പ്രോഗ്രാമിനും എന്ത് പരിപാടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇത് നടക്കുന്നില്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് കാര്യം സാധ്യമാണോ നോക്കണ്ട, അല്ലാതെ ഇത് എന്നെ കൂടെ കഴിയൂല, നടക്കൂല, ഞാൻ അങ്ങനെയാണ് എനിക്ക് പിന്നെ അവരത്ര ബുദ്ധിയില്ല, കാര്യങ്ങൾ മനസ്സിലാവൂല, ഇത് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് തീരുമാനിച്ചാൽ ശരിയാവുമോ? അതൊന്ന് നോക്കട്ടെ, അതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നിട്ട് പരാജയപ്പെട്ട ശേഷം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനും സമ്മതിക്കാം. യെസ്, അങ്ങനെ ഉണ്ടാവൂലേ? ഉറപ്പല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഒരു വേർഡും കൂടി പഠിപ്പിക്കണം. ഡയർ, DARE, ധൈര്യം ഉണ്ടാവുക. ഐ ഡെയർ ടു ഗോ. ഡെയറിൻ്റെ കൂടെ നമുക്ക് 2 ചേർത്തുകൊണ്ട് പഠിക്കാറുണ്ട്. അപ്പോഴാണ് ഡെയറിൻ്റെ ഒരു സ്റ്റൈല് ഉണ്ടാവുക. അല്ലെങ്കിൽ ഐ ഡെയർ ഗോ, അങ്ങനെയും പറയാം. ഐ ഡെയർ ടു ഗോ. ആദ്യം നമുക്ക് ഐ ഡെയർ ഗോ പഠിക്കാം. ഐ ഡെയർ ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. ഐ ഡെയർ ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. ഐ ഡെയർ ഇൻ ടു ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമില്ല. ഹി ഡെയർ ഇൻ ടു ഗോ, അവനും പോകാനുള്ള ധൈര്യമില്ല. ഇവിടെയും സിംഗുലർ പ്ലൂറൽ വ്യത്യാസമില്ല. ഇവിടെ ഫരീദ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം, അത് സത്യമാണ്. കാരണം ഈ ഡയർ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞത് ഹൗ ഡെയർ യു. നല്ല അടിപൊളി പ്രയോഗമാണത്. ദേഷ്യം കരിയാണ് പറയാണ്, ഹൗ ഡെയർ യു, നിനക്ക് എൻ്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? നിനക്ക് എൻ്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? ഹൗ ഡെയർ യു ടു കം ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഹൗ ഡെയർ യു കം ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അത് നാഗവല്ലി പറഞ്ഞ വാചകം തന്നെയാണ്. നിനക്ക് ഇപ്പോ എന്നെ ധൈര്യം ഇറക്ക്, എൻ മുന്നാടി ഒന്ന് അങ്ങനത്തെ പറഞ്ഞ തമിഴ് പറഞ്ഞത് അല്ലേ? നിൽക്കാം അല്ലേ? ആ ഡയലോഗ് നിങ്ങൾ ഓർത്താമായി കേട്ടോ. ഓക്കെ, ആണ് പറഞ്ഞത്. ഹൗ ഡെയർ യു, ഹൗ ഡെയർ ആണ് വാക്യം. ഡെയർ ഫുള്ള് പറയാം. ഐ ഡെയർ ഇൻ ടു ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമില്ല. ഡെയർ യു ഗോ, നിനക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടോ? ഡെയർ യു ഗോ,
ഡെയർ ഹീ ഗോ, അവന് പോകാൻ ധൈര്യമുണ്ടോ? ഡെയറിൻ്റെ ഹീ ഗോ, അവന് പോകാൻ ധൈര്യമില്ലേ? ഡെയറിൻ്റെ ഷീ മീറ്റ് ഹിം, അദ്ദേഹത്തെ കാണാനുള്ള ധൈര്യം അവൾക്കില്ലേ? അഥവാ അവൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള ധൈര്യമില്ലേ? ഹൗ ഡെയർ യു ടു കം ഹിയർ, നിനക്ക് ഇവിടെ വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ഓക്കെ, വൈ ഡയറിൻറ്റ് യു ഗോ നൗ, നിനക്ക് ഇപ്പോൾ പോകാൻ എന്തുകൊണ്ട് ധൈര്യമില്ല? വൈ ഡയറിൻറ്റ് യു ഡ്രൈവ് ദ വെഹിക്കിൾ, നിനക്ക് ആ വണ്ടി ഓടിക്കാൻ എന്തുകൊണ്ട് ധൈര്യമില്ല? ഓക്കെ, അപ്പോൾ ഡയർ മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഒരുപാട് വാക്കുകൾ പഠിപ്പിക്കുന്നില്ല, ബേസിക് വാക്യങ്ങൾ നിങ്ങളെ ഊട്ടി ഉറപ്പിക്കുകയാണ്. അതിൽ ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ മുഴുവനും ഞാൻ നന്നാക്കി പറയാണ്, മുഴുവനും. ചില ആൾക്കാരുണ്ട് ഈ ഇഴാണ്ട് നന്നാക്കിയിട്ട് അവസാനം ഷായി മാറും, മുഴുവനും തരികയാണ്, മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരിക്ക് പ്രാക്ടീസ് ചെയ്തോളി, ഇങ്ങോട്ട് വരട്ടെ, ഇംഗ്ലീഷിൽ റെഡി ആവട്ടെ. ഞാൻ പറഞ്ഞ അരിഷ്ടമൊക്കെ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്തോളി, എന്തായാലും കുഴപ്പം വരില്ല. മക്കൾക്കും കൊടുത്തോളി. ഓക്കെ, മക്കൾക്കും പാലുറ്റിച്ചിക്കാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് മാത്സൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറും. ഓക്കെ, ഞാൻ മാത്സിൻ്റെ അധ്യാപകൻ കൂടിയാണ് കേട്ടോ അവിടെ പറഞ്ഞത്. മാത്സ് ആണല്ലോ നമ്മളെ മക്കൾക്കുള്ള മെയിൻ പ്രോബ്ലം അല്ലേ? അത് റെഡിയായി കിട്ടും കേട്ടോ, വേണമെങ്കിൽ ചെയ്തോളൂ, നല്ലതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, നോ സൈഡ് എഫക്റ്റ്, നോ സൈഡ് എഫക്റ്റ്. ഇനി ഇതിന് പകരം യൂസ് ചെയ്യുന്ന മറ്റൊരു മെഡിസിനാണ് തേന്. തേനും യൂസ് ചെയ്യുക. തേന് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ തടി കുറഞ്ഞവർ തടി പിന്നെ കുറയാനും തടി ഉള്ളവർ വീണ് തടി വെക്കാനും ചാൻസ് ഉണ്ട്. തേനിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയാതെ വയ്യ കേട്ടോ. എന്താ തേൻ എന്തായാലും എല്ലാ അസുഖത്തിനുള്ള മെഡിസിനാണ് എന്നാണ് പ്രോഫറ്റ് പറഞ്ഞേക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തേനും വേണം, തേന് ഉണ്ട്. പക്ഷെ തേനിൻ്റെ ഒരു കുഴപ്പതാണ്, കാരണം പിന്നെ ഈ കുഴപ്പം വരുന്നുണ്ട്. ചിലപ്പം എന്ത് ചെയ്യും, തടി കൂടിപ്പോവും, ചിലപ്പോൾ തടി കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം. തേനും ബുദ്ധിക്ക് വളരെ നല്ലതാണ്. ഓക്കെ, മാത്രമല്ല സൗണ്ട് ക്ലിയർ ആവാൻ നല്ലതാണ്. ഓക്കെ, ഈ വെറും വയറ്റിൽ വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മൈക്ക് ഓണാക്കാൻ അവസരം തരികയാണ് കേട്ടോ. നിങ്ങൾ മൈക്ക ഓണായിക്കോളൂ. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവുകയാണ്. മൈക്ക ഓണായിക്കോളൂ. നിങ്ങളെ സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും മറ്റൊക്കെയുള്ള അവസരങ്ങളാണ് കേട്ടോ. ഓക്കെ, സൗണ്ട് ജാമായാലും കുഴപ്പമൊന്നുമില്ല, മൈക്ക ഓണായിക്കോളൂ. അപ്പോൾ ഞാൻ എന്തായാലും റെക്കോർഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.